എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പം രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന 2 പ്രാർത്ഥനാ നിയോഗങ്ങളെ കുറിച്ചാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഓരോ വീഡിയോയുടെ കീഴിലും ഓരോരുത്തർ പ്രാർത്ഥനാ സഹായങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ഒക്കെ നമ്മളോട് വിടാറുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ കൂടി ചേർന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ ഫാമിലിയിലുള്ള ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ആ 2 ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ വീഡിയോ ഇടുന്നത്. സോ നമ്മളിങ്ങനെ പല വീഡിയോകൾ ഇടുന്നുണ്ട്, ഓരോരുത്തരുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോസ് ഇടാറുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അവരെ മനസ്സിൽ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. സോ ഒരാളിതാണ്, നമ്മുടെ പേര് റൂബിയ തോമസ് എന്നാണ്. നമ്മുടെ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ഒരു പുള്ളിക്കാരിയാണ്. ബ്രദർ, ഞാൻ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ഇവിടെ ജോലി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എനിക്കൊരു എക്സാം പാസ്സാകണം. അത് 2 അറ്റംപ്റ്റേ ഉള്ളൂ. ഒരു ടൈം ഞാൻ ഫെയിൽ ആയിപ്പോയി. 2ാമത്തെ അറ്റംപ്റ്റ് ഈ മാസം 31 ആണ്. അതും കൂടി ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകേണ്ട വരുന്ന ഒരവസ്ഥയിൽ, അത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണിത്. റോബിയ തോമസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പ്രെയർ റിക്വസ്റ്റ് മെസ്സേജായിട്ട് അയച്ചതാണ്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, ഈ ഒരു സഹോദരിനെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലൊന്ന് ഓർത്ത് അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഫാമിലി തന്നെ 10,500 പേരുണ്ടല്ലേ. അപ്പം അത്രയും പേരുടെ പ്രെയർ അവർക്ക് കിട്ടട്ടെ. നമുക്കറിയാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ജർമ്മനിയിലേക്ക് പോയത് അല്ലെ. കുറേയധികം എക്സാമൊക്കെ പാസ്സായി ജർമ്മനിയിലേക്ക് പോകണമെങ്കിൽ തന്നെ നമുക്കറിയാം ജർമ്മനിയുടെ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള വലിയൊരു ടാസ്ക്കാണ്. ഓൾമോസ്റ്റ് 8-9 months അതിനുവേണ്ടി ചിലവഴിച്ച് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ജർമ്മനിയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഇതുപോലുള്ള എക്സാമുകളൊക്കെ നല്ല ടഫായിട്ടുള്ള എക്സാം തന്നെയാണ് എല്ലാം ഉള്ളത്. അപ്പം അതും ബുദ്ധിമുട്ടാണ് പാസ്സായി എടുക്കാനൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ ഈശോയുടെയും മാതാവിൻ്റെ ഒക്കെ അനുഗ്രഹം കിട്ടുക എന്നുള്ളത് കിട്ടി അവർ പാസ്സാകണം എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഈ ഒരു റോബിയ തോമസ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. അവരെ മനസ്സിൽ ഓർക്കുക, പ്രാർത്ഥനയിൽ ഓർക്കുക. അവർക്ക് ആ ഒരു എക്സാം പാസ്സായി ജർമ്മനിയിൽ തുടരാൻ തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വരരുത് എന്നുള്ള ആ ഒരു ഇതോടുകൂടി നമ്മളെല്ലാവരും മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന റിക്വസ്റ്റോട് കൂടി തന്നെ നമുക്ക് വേറെ വന്നൊരു മെസ്സേജ് ആയിരുന്നു. ജാനുശ്രീ എന്ന് പറഞ്ഞ ഒരാൾ അയച്ചൊരു മെസ്സേജ് ആയിരുന്നു. ഞാൻ 5 ടൈംസ് ഉടമ്പടി പുതുക്കി എൻ്റെ മകന് ഒരു ഗവൺമെൻറ് ജോബിന് വേണ്ടിയായിരുന്നു എടുത്തത്. അവർ കൃപാസനത്തിൽ 5 പ്രാവശ്യം ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ മകൻ്റെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ ഉടമ്പടി എടുത്തത്. അപ്പം ഉടമ്പടി എടുത്ത് മകന് പോളി ന്യൂറോപ്പതി എന്നൊരു ഇതാണെന്ന് തോന്നുന്നു, ഒരു കണ്ടീഷനാണെന്ന് തോന്നുന്നു. 1 person വരുന്ന അസുഖമാണ്. 1 lakhൽ ഒരാൾക്ക് വരുന്ന അസുഖമാണെന്നാണ് അവർ പറയുന്നത്. 1 year സ്റ്റീറോയിഡ് മെഡിസിൻ കഴിച്ചു. ഇപ്പോൾ 2 legs ബോൺ പൊടിയുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹിപ്സ് 2ഉം ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ ബെഡ് റെസ്റ്റ് ആണ്. ഉടമ്പടി 6ാമത്തെ ഉടമ്പടി പുതുക്കണം. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അമ്മ മാതാവെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മെസ്സേജാണ് വിട്ടിരിക്കുന്നത്. അപ്പം ജാനുശ്രീയുടെ മകൻ്റെ ഒരവസ്ഥ ഇപ്പം പറഞ്ഞു കഴിഞ്ഞല്ലേ. ഇപ്പം നമ്മുടെ ഒരു അസുഖം വന്നിട്ടുണ്ട്. അപ്പോൾ ആ അസുഖം കുറേയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ആ അസുഖവുമായിട്ട്. ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ഒരു അമ്മയുടെ വേദന എല്ലാവരും കാണണം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ജാനുശ്രീയുടെ മകനെയും ജാനുശ്രീയെ സമർപ്പിച്ച് ഈ ഒരു വീഡിയോയോട് കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും മനസ്സിൽ വിചാരിച്ചിട്ട് അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ദൈവം അവരെ സഹായിക്കും. നമ്മൾക്ക് കിട്ടുന്ന ഓരോ സമയം നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചാനലിൽ ഇങ്ങനെ വരുന്ന ഓരോ റിക്വസ്റ്റുകളും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരിക്കും, പ്രത്യേകിച്ച് പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും അതിൻ്റെ ഒരു ഇത് കിട്ടട്ടെ, അതിൻ്റെ ഒരു സൗകര്യം കിട്ടട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃപ ദൈവത്തിൽ നിന്ന് കിട്ടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഈ ജാനുശ്രീ എന്ന് പറയുന്ന ആൾക്കും മറ്റേ ആൾക്കും ജർമ്മനിയിൽ ജോലിക്ക് വേണ്ടിയിട്ട് എക്സാം എഴുതുന്ന ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിൽ അവരുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും ഇപ്പം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ.